ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ തന്നെയാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഈവനിങ് വിശേഷങ്ങളും അതുപോലെ തന്നെ ഡിന്നർ വിശേഷങ്ങളും എല്ലാം കൂടെ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ ഒരു കപ്പ് ചൂട് ചായയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്നത് മുട്ടക്കറിയും 2 ഇടിയപ്പവുമാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വീക്ക് ഡേ ആണെങ്കിൽ പോലും ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടും വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ പുറത്ത് പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് അത്യാവശ്യമായിട്ട് ഇപ്പം രാവിലത്തെ രാവിലെ കുറച്ച് ടൈമിൽ മാത്രമേ വീട്ടിലുള്ളൂ. ബാക്കി നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് പർച്ചേസും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് അടിക്കലും ഡിന്നർ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കലും വൈകുന്നേരത്തെ ഫുഡ് കഴിക്കൽ അങ്ങനെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്നാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഡോണറ്റ് മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോഴത്തേനും ഒരു ഡോണറ്റ് എടുത്തു, ചോക്ലേറ്റ് ഫ്ലേവർ ഡോണറ്റ്. അപ്പം ഞാനും മക്കളും നമ്മളെല്ലാവരും കൂടി ഡോണറ്റ്സ് ഷെയർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോഴത്തേനും വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകണം, നമുക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം പർച്ചേസ് പരമായിട്ടും അങ്ങനെ പല കാര്യങ്ങൾ, ഒരു തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശന്നപ്പോഴത്തേനും ഉച്ചയായപ്പോഴത്തേനും പെട്ടെന്ന് ഒരു ഇടിയപ്പവും കുറച്ച് മട്ടൻ കറിയും അതുപോലെ തന്നെ 2 മുട്ട ചിക്കിയതും, അങ്ങനെ അതാണ് നമ്മൾ ലഞ്ചിന് വേണ്ടി കഴിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഈവനിങ്, നല്ല പകൽ സമയം എന്നൊക്കെ പറഞ്ഞാൽ ദുബായിൽ ഭയങ്കര ചൂടായിട്ടുള്ള ഒരു സമയം. അപ്പോൾ ഈവനിങ് ഒരു 5 മണിയായിട്ട് പോലും ചൂടും കാര്യങ്ങളും ഒന്നും കുറഞ്ഞിട്ടില്ല. പതിയെ ചൂടും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് ഒരു ഇടിയപ്പം കഴിച്ചതുകൊണ്ട് വൈകുന്നേരം ഒരു 5-5:30 മണിയായപ്പോഴത്തേനും അത്യാവശ്യം വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഒരു വെജിറ്റേറിയൻ വസന്തഭവൻ എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് വൈകുന്നേരം ലൈറ്റായിട്ട് ചായയും എന്തെങ്കിലും സ്നാക്സും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. നമ്മുടെ ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് ഉണ്ടല്ലോ, അങ്ങനെയാണ്. അപ്പോൾ മക്കൾക്ക് എന്തൊക്കെയോ ഐറ്റംസ്, സാറായിക്ക് ഗുലാബ് ജാം വേണമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് ഹൽവ അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പല ഐറ്റംസ് നമ്മളെല്ലാവരും കൂടി ആദ്യം കഴിച്ചു. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത്, ഞാൻ വൈകുന്നേരം നല്ലൊരു ചായ, ഇവിടുത്തെ ചായയും അതുപോലെ തന്നെ വടയും സ്നാക്സും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഒരു കോഫി ഓർഡർ ചെയ്തു, ഞാൻ ഒരു ചായയും ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഓരോന്നായിട്ട് വന്നു. അപ്പോൾ വട സെറ്റും അതുപോലെ തന്നെ ചില്ലി ബജ്ജിയുടെ സെറ്റുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ സാറ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ തിരക്ക് പിടിച്ചിട്ടുള്ള ബഹളത്തിനിടയിൽ സാറയ്ക്ക് ഒന്നും ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിന് ഒരു ഒരു നോർമൽ മസാല ദോശയാണ് സാറയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു. നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്നില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾക്ക് വേറെ പ്ലാനുണ്ട്. കാര്യം വെച്ചാൽ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് രാത്രി എവിടെയെങ്കിലും കയറിയിട്ട് ഫുഡ് കഴിക്കാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടീയും സ്നാക്കും കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കയറാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട്, അപ്പോൾ നമുക്ക് ഏത് തരം ബജ്ജി, പല ടൈപ്പ് ബജ്ജീസ് ഉണ്ട്. ഓണിയൻ ബജ്ജി ഉണ്ട്, അതുപോലെ തന്നെ ചില്ലി ബജ്ജി, വാഴയ്ക്ക ബജ്ജി, മുട്ട ബജ്ജി ഇല്ല, അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ടൈപ്പ് ബജ്ജീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചില്ലി ബജ്ജിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ എൻ്റെ ചായ വന്നു, പിന്നെ ഇക്കടെ കോഫിയും അപ്പുറത്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഫുഡാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എൻ്റെ ചായ, നല്ല ചൂട് ചായ ഒരു കുടിക്കാൻ പാകത്തിന് ഒന്ന് മാറ്റുകയാണ്. പിന്നെ നമ്മൾ ചൂട് ചായയുടെ കൂടെയും നമ്മൾ വടയും അതുപോലെ തന്നെ ചില്ലി ബജ്ജിയൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഞാൻ പർച്ചേസ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ചുമ്മാ ജസ്റ്റ് 1-2 ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലൊന്ന് ഷെയർ ചെയ്ത് പോയതാണ്. അപ്പോൾ നമ്മൾ ഒരു നെസ്റ്റോ പർച്ചേസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സെൻറ്റർ പോയിൻറ്റ് പർച്ചേസ് ഉണ്ടായിരുന്നു, ഗ്രോസറി പർച്ചേസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല
തിക്ക് പിടിച്ചിട്ടുള്ള പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഒരു 10:30-11 മണിയായി. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ദുബായിൽ കിസൈസിൽ ഡോണർ ഇസ്തനുബുൽ ഒരു റെസ്റ്റോറൻറ്റ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്, ഒരു പേരുകേട്ട റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ ടർക്കിഷ് ഡിഷസാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു വീക്കെൻഡിൽ നമ്മളിവിടെ വന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റാതെ തിരിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് വീക്ക് ഡേയിലാണ്. അപ്പോൾ വീക്ക് ഡേയിലാകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഫുഡൊക്കെ നമുക്ക് വേണ്ട പോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. വീക്കെൻഡ്സിൽ ഇവിടെ അടുക്കാൻ പറ്റില്ല, കാരണം ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന് പറയുന്നത് അത്യാവശ്യം ഭയങ്കര തിരക്കാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അവർ പറയുകയും ചെയ്തു, കാരണം വീക്കെൻഡ്സിൽ ഭയങ്കര തിരക്കാണ്. വീക്ക് ഡേയ്സിലായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ കയറിയിരുന്ന് സീറ്റൊക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് കിട്ടി. അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യാം. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മെനുവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ടർക്കിഷ്, അറബിക് കുറച്ച് ഡിഷസാണ് നമ്മളിവിടെ എത്തിയപ്പോൾ കഴിച്ചത്. അപ്പോൾ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഡിന്നറായിരുന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഡിന്നറായിരുന്നു. അപ്പോൾ വൈകുന്നേരത്തെ ആ ചായയും വടയും ചില്ലി ബജിയൊക്കെ കഴിച്ച് അതൊരു 5 മണിയായപ്പോൾ കഴിച്ചു. അപ്പോൾ അതിനുശേഷം ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനും നന്നായിട്ട് വിശന്നു. നല്ല അലച്ചിൽ പിടിച്ച ഒരു പർച്ചേസായിരുന്നു. പിന്നെ ഞാനിതാ ഷവർമയാണ്. ഇവിടുത്തെ ഷവർമ ഒരു രക്ഷയില്ല കേട്ടോ. മീറ്റ് ഷവർമയുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ ഷവർമയുണ്ട്. അപ്പം ഞാൻ ഈ ഒരു മട്ടൻ്റെയും ബീഫിൻ്റെയും ആളല്ല, ഞാൻ ഒരുപാട് മീറ്റ് ഷവർമയുടെ ആളല്ലാത്തത് കൊണ്ട് ഞാൻ ചിക്കൻ ഷവർമയാണ് ഓർഡർ ചെയ്തത്. ഒരു വലിയ ഷവർമ 3 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഓരോ പീസാണ് എടുത്തത്. കാരണം പല ഐറ്റംസ് ഓർഡർ ചെയ്തത് കൊണ്ട് എല്ലാം പോർഷൻ വളരെ കുറച്ച് മതിയായിരുന്നു. ഈ ബ്രെഡ് എന്നൊക്കെ പറയുന്നത് വളരെ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് ചൂടായിട്ടുള്ള ബ്രെഡ്. പിന്നെ പിസ്സ നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം, എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത് ചീസി ചിക്കൻ പിസ്സയായിരുന്നു. പിന്നെ ഇത് കബാബ്. അപ്പം സാറായ്ക്ക് കബാബ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മീറ്റ് കബാബ്, അതിൻ്റെ കൂടെ ഒരുപാട് സാലഡ്സും ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ചില്ലി, ടൊമാറ്റോ, പിന്നെ എന്തൊക്കെയോ കുറേ ഐറ്റംസ്, അങ്ങനെ പിന്നെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും, അങ്ങനെ എല്ലാം കൂടി വെച്ചിട്ട് പല ഐറ്റംസ്. ഇത്രയായപ്പോൾ തന്നെ നമ്മുടെ വയറ് അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലായി. അപ്പോൾ ഈ പിസ്സ എന്ന് പറയുന്നത് ഇത് സ്മോൾ പിസ്സയാണിത്. ഇതിൻ്റെ മീഡിയം ഉണ്ട്, ലാർജും ഉണ്ട്. അതൊക്കെ നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, കാരണം ഈ സ്മോളായിട്ട് തന്നെ നമുക്ക് ക്വാണ്ടിറ്റി വൈസ് ഏറ്റവും ചെറിയ പിസ്സ വാങ്ങിച്ചിട്ട് തന്നെ ക്വാണ്ടിറ്റി വൈസ് നമുക്ക് ഇത് ഭയങ്കര കൂടുതലായിട്ടാണ് തോന്നിയത്. പിന്നെ ഷവർമ എന്ന് പറഞ്ഞാലും ചെറിയ സ്മോൾ ഷവർമ വാങ്ങിച്ചു, 3ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഈ കബാബ്സ്, അതും ഒരു 3 പീസ്, 3 വലിയ കബാബ് വരുന്ന രീതിയിൽ ഒരു പ്ലാറ്ററായിരുന്നു. അങ്ങനെ മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളുമൊക്കെ. സൈറ എന്തോ ഫ്രഞ്ച് ഫ്രൈസ് ടൊമാറ്റോ കെച്ചപ്പിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണ്. സാറായ്ക്ക് പിന്നെ കുറച്ച് ദിവസമായിട്ട് സാറ കബാബ് കഴിക്കാൻ തോന്നുന്നൊരാഗ്രഹം പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളും കബാബും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് വാട്ടർമെലൺ ജ്യൂസും ഓർഡർ ചെയ്തു. പിന്നെ ഓറഞ്ച് ഫ്രഷ് ജ്യൂസാണ്, വാട്ടർമെലൺ ജ്യൂസും അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുന്നത് ഇത് ഒരുപാട് പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാത്ത നമ്മുടെ ഫ്രഷ് ജ്യൂസ്. അങ്ങനെ ഓറഞ്ച് ജ്യൂസ് ചെറിയൊരു പുളിപ്പൊക്കെ ആയിട്ട് സ്വീറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർമെലണും കുടിച്ചു. ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു കുനാഫ ഓർഡർ ചെയ്തു. അപ്പോൾ അവിടെ ക്രീം കുനാഫ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ക്രീം കുനാഫയുടെ ലവേഴ്സാണ്. അപ്പോൾ ചീസ് കുനാഫ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഏറ്റവും ലാസ്റ്റ് സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നിയത് കൊണ്ട് ഒരു ചീസി കുനാഫ, മുകളിൽ കൂടുതൽ പിസ്ത ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് എനിക്ക് സെപ്പറേറ്റ് തന്നാൽ മതി, നമ്മൾ ഒഴിച്ചോളാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ടാണ് അവർ തരുന്നത്. ഇതാകുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് പഞ്ചസാരയൊന്നും അങ്ങ് വാരിക്കോരി ഒഴിക്കണ്ടല്ലോ, നമ്മുടെ ഇഷ്ടത്തിന്. എനിക്ക് കുനാഫയിൽ ഓവർ സ്വീറ്റ് വരുന്ന ഇഷ്ടമല്ല. ഒരു ലൈറ്റ് സ്വീറ്റോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലെ ചീസും അതിൻ്റെ ഉള്ളിലെ ക്രീമും ഒക്കെ എൻജോയ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ വീട്ടിലെ കഴിക്കലും കുടിക്കലും ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ പുറത്തെ വിശേഷങ്ങൾ, ഒരു
അത്രയ്ക്ക് തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വീക്ക് ഡേ ആണ്. സാധാരണ വീക്കെൻഡ്സിലാണ് നമ്മളിങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡ് അടിയും കാര്യങ്ങളും ഒക്കെ. പക്ഷേ നമുക്ക് വീക്കെൻഡിലാകുമ്പോൾ കുറേ കൂടെ റഷും തിരക്കും എല്ലാം ആകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വീക്ക് ഡേയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്താം എന്ന് വിചാരിച്ചത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീസ് കുനാഫ, നല്ല ചൂടായിട്ട് അതിലത്തെ ചീസൊക്കെ നല്ല വലിഞ്ഞ് അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഈ സ്വീറ്റും കൂടെ കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ഡിലീഷ്യസ് അറബിക് ടർക്കിഷ് ഡിഷസ് ആയിരുന്നു നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏറ്റവും ലാസ്റ്റ് ഒരു ഗ്ലാസ് സുലൈമാനിയും കൂടെ കുടിച്ച് നമ്മളുടെ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.